ഹായ് ഹലോ വേഴ്സ്. ഇന്നത്തെ രാവിലത്തെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാവേ. അപ്പം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ചട്ടി അടപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോഴേ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോട് പെട്ടെന്ന് നമുക്ക് അതിൻ്റെ കൂടെ പെട്ടെന്നൊരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാവേ. അപ്പം നിങ്ങൾ ഓർക്കും ദോശയായിരിക്കും, ദോശയല്ല കേട്ടോ. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് തേങ്ങയും കുറച്ച് കൊച്ചുള്ളിയൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണമാണ് കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാവേ. പിന്നെ നമുക്ക് ഇച്ചിരി മുളക് പൊടി, ഈ 3 കാര്യവും ഇച്ചിരി ഉപ്പും കൂടെ മതി നമുക്ക് ഈ ചമ്മന്തിക്ക് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് കടുകും കറിവേപ്പിലയും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് കറിവേപ്പിലയും കടുകും ചേർത്താൽ മതി. അപ്പം ഞാൻ ആദ്യമേ അപ്പം ഒന്ന് ഉണ്ടാക്കാനായിട്ടേ, അതായത് പാലപ്പമാണ് ഉണ്ടാക്കുന്നത്. പാലപ്പം ഉണ്ടാക്കാനായിട്ടേ ഞാൻ ഈ മാവ് അങ്ങോട്ട് ഒഴിക്കട്ടെ. ഇതുണ്ടാവുന്ന ഈ സമയം കൊണ്ട് നമുക്ക് ഈ ചമ്മന്തി എടുക്കാം. പാലപ്പത്തിൻ്റെ മാവ് കുറച്ച് ലൂസായിട്ട് വേണം നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അത് നോക്കിയേ പാലപ്പം ഞാൻ എടുത്ത് വെച്ച് എല്ലാം കറക്കി ഇവിടെ എടുത്ത് വെച്ചു. ഞാൻ അടപ്പ് വെച്ചിട്ട് അടയ്ക്കാൻ പോവുകയാണേ. അപ്പോഴേ ഈ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇതിനൊരു കറി, ഞാൻ ഇച്ചിരി കടുക് ഇടുവാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കടുക് ഇട്ടാൽ മതി കേട്ടോ, ഓപ്ഷനിലാണേ. അതേപോലെ തന്നെ വലിയ ഇൻഗ്രീഡിയൻ്റ് ഒന്നുമില്ല, നമുക്ക് വളരെ പെട്ടെന്നാണ്. നിങ്ങളിങ്ങനെ ഒരു ചമ്മന്തി കഴിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടില്ലാത്ത ആൾക്കാർ ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ. പ്രത്യേകിച്ച് പാലപ്പം ഒക്കെ ഉണ്ടാക്കുമ്പം അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു ചമ്മന്തിയാണ്. അപ്പം നമ്മുടെ കടുക് ഒന്ന് പൊട്ടട്ടെ. നമ്മുടെ കടുകെല്ലാം പൊട്ടിക്കൊണ്ടിരിക്കുന്നു. ഇനി നമ്മളിതിനകത്തിലേക്ക് നമ്മുടെ കൊച്ചുള്ളി നമ്മളിടുമ്പോൾ നല്ലതുപോലെ മൂപ്പിക്കണേ. നമ്മൾ കൊച്ചുള്ളി ഇട്ടിട്ട് നമ്മുടെ ഈ പാലപ്പം റെഡി ആകുമ്പോഴത്തേക്ക് ചമ്മന്തി റെഡിയാവും കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പം നമ്മൾ ഈ ഉള്ളി ഒന്ന് മൂക്കിട്ട് വരട്ടെ, ഉള്ളി ഒന്ന് മൂക്കട്ടെ കേട്ടോ. അപ്പോഴേ നമ്മുടെ ഉള്ളി പിന്നെ അത്യാവശ്യത്തിന് മുതൽ ഇനി തേങ്ങയ്ക്കകത്ത് കിടന്ന് ബാക്കി ഉള്ളി അങ്ങ് മൂക്കുവേ. ഈ ഉള്ളിയുടെ വെള്ളം ഒന്ന് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങ ഇതിനകത്തിലേക്ക് ഇടുവാണേ. തേങ്ങ ഇട്ട് നമ്മൾ തേങ്ങ ഒന്ന് അതിൻ്റെ വെള്ളം ഒന്ന് പറ്റിക്കണം. അങ്ങ് ഒത്തിരി ഡ്രൈ ആവുമൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഇതിൻ്റെ തേങ്ങയുടെ വെള്ളം ഒന്ന് വലിഞ്ഞാൽ മതി കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ. ഞാനിപ്പോൾ വെള്ളം വലിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ കാണിക്കാവേ. ഇനിയും ഞാൻ ഇച്ചിരി കറിവേപ്പില അതിനകത്തിലേക്ക് ഇടുവാണ്. അത് ഓപ്ഷനലാണ് കേട്ടോ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതിയേ. ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ടെന്നുള്ളതേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം ഇനി ഞാൻ ഇതിനകത്തിലേക്ക് മുളക് പൊടി ഇടുകയാണ്. മുളക് പൊടിയും കൂടി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി റെഡി. കണ്ടോ, മുളക് പൊടി ഒന്ന് മൂത്തോട്ടെ. ഇതാണെങ്കിൽ കേടുകൂടാതെ കുറച്ച് ദിവസം ഇരിക്കും കേട്ടോ. ഇങ്ങനത്തെ ചമ്മന്തി നമുക്ക് ദോശയുടെ കൂടെയും നമുക്ക് പിന്നെ ഇഡ്ഡലിയുടെ കൂടെയും ഇതേപോലെ അപ്പം, പിന്നെ അതേപോലെ പാലപ്പത്തിൻ്റെ കൂടെയാണ് ഏറ്റവും. പാലപ്പവും ദോശയുടെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇഡ്ഡലിയുടെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ്. അപ്പം ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് തീ ഓഫ് ചെയ്യാൻ പോവാണ്. കയ്യളവാണ് കേട്ടോ ഉപ്പുമൊക്കെ. അപ്പം ഞാനത് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോഴേ നമ്മുടെ പാലപ്പം റെഡിയായേ. ഞാൻ സൈഡൊക്കെ നല്ലപോലെ മുരിച്ചാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ ചമ്മന്തി നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്നും ഉണ്ടാക്കി കഴിച്ചിട്ടില്ലാത്തവരൊന്നും ഉണ്ടാക്കി കഴിച്ചു നോക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിലേ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ കാണുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് 1000 താങ്ക് യു.